Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. Once upon a time, പണ്ടൊരിക്കൽ, there was a boy named Mike who lived in a small town. There was ഉണ്ടായിരുന്നു എ ബോയ് ഒരു ആൺകുട്ടി. There was a boy ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. നെയ്മഡ് എന്നാൽ പേരുള്ള. മൈക്ക് എന്ന പേരുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ഹു അവൻ ലിവ്ഡ് ഇൻ എ സ്മോൾ ടൗൺ ഒരു ചെറിയ പട്ടണത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. പണ്ടൊരിക്കൽ ഒരു ചെറിയ പട്ടണത്തിൽ മൈക്ക് എന്നു പേരുള്ള ഒരു ആൺകുട്ടി ജീവിച്ചിരുന്നു. ഹി വാസ് എ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ്. ബ്രില്യൻ്റ് എന്നാൽ അർത്ഥം സമർത്ഥനായ, അതിബുദ്ധിമാനായ, ഇതൊക്കെയാണ് അർത്ഥം. അവൻ ഒരു അതിബുദ്ധിമാനായ വിദ്യാർത്ഥിയായിരുന്നു. ആൻഡ് ഓൾ ദ ടീച്ചേഴ്സ് ലൈക്ക്ഡ് ഹിം എലോട്ട്. ആൻഡ് ഓൾ ദ ടീച്ചേഴ്സ് എല്ലാ അധ്യാപകരും ലൈക്ക്ഡ് ഹിം എലോട്ട് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. എലോട്ട് എന്നാൽ ഒരുപാട്. ടീച്ചേഴ്സ് ലൈക്ക്ഡ് ഹിം എലോട്ട് അവനെ ഒരുപാട് എല്ലാ ടീച്ചർമാരും ഇഷ്ടപ്പെട്ടിരുന്നു. They often praised him for being smart. They often അവർ പലപ്പോഴും. They എന്നാൽ അവർ, often എന്നാൽ പലപ്പോഴും, അവർ അധ്യാപകർ പലപ്പോഴും. praised him. praise എന്നാൽ പുകഴ്ത്തുക. praised him അവനെ പുകഴ്ത്തിയിരുന്നു. for being smart. being എന്നാൽ ആയിരിക്കൽ എന്നാണ് അർത്ഥം. smart എന്നാൽ സമർത്ഥനായ. അവൻ സമർത്ഥനായിരിക്കുന്നതിനാൽ അവനെ എല്ലാ അധ്യാപകരും അവനെ പലപ്പോഴും പുകഴ്ത്തിയിരുന്നു. മൈക്ക് ഓൾസോ കെപ്റ്റ് ഹിസ് റൂം വെരി നീറ്റ് ആൻഡ് ക്ലീൻ. മൈക്ക് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഹിസ് റൂം വെരി നീറ്റ് ആൻഡ് ക്ലീൻ വളരെ വൃത്തിയിലും വളരെ ഒതുക്കത്തിലും. നീറ്റ് അതായത് എല്ലാ വസ്തുക്കളും അതിൻ്റേതായ സ്ഥാനത്ത് വയ്ക്കുക, ഇങ്ങനെ റൂം വൃത്തിയാക്കുക, ഇങ്ങനെ അവൻ്റെ റൂം അവൻ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഓൾസോ എന്നാൽ അതും കൂടി എന്നുള്ള അർത്ഥമാണ്. അതും കൂടെ അവൻ ചെയ്തിരുന്നു. വിച്ച് മെയ്ഡ് ഹിസ് പാരൻസ് പ്രൗഡ്. വിച്ച് എന്നാൽ അത് എന്നുള്ള അർത്ഥമാണ്. അതായത് മുമ്പ് പറഞ്ഞ റൂം വൃത്തിയായിട്ടും വയ്ക്കുക, ഇത് വിച്ച്, അതാണ് വിച്ച്. മെയ്ഡ് ഹിസ് പാരൻസ് പ്രൗഡ് അത് അവൻ്റെ മാതാപിതാക്കളെ അഭിമാനികളാക്കി. അവർ അതിൽ അഭിമാനം കൊണ്ടു. മാതാപിതാക്കളെ, പാരൻസ് എന്നാൽ മാതാപിതാക്കൾ, മെയ്ഡ് എന്നാൽ ആക്കി മാറ്റി എന്നാണ് അർത്ഥം. അവൻ്റെ മാതാപിതാക്കളെ അഭിമാനമുള്ളവരാക്കി മാറ്റി അവൻ റൂം വൃത്തിയാക്കി സൂക്ഷിക്കൽ. ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് വാസ് ലൂയിസ്. അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ലൂയിസ് ആയിരുന്നു. ആൻഡ് ദ ടു ഓഫ് ദം വേർ ഓൾവേസ് ടുഗദർ. ആൻഡ് ദ ടു ഓഫ് ദം അവർ രണ്ടുപേരും ആയിരുന്നു ഓൾവേസ് ടുഗദർ എപ്പോഴും അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ടുഗദർ എന്നാൽ ഒരുമിച്ച്. ബട്ട് മൈക്ക് ഹാഡ് വൺ ബാഡ് ഹാബിറ്റ്. ഹി വാസ് വെരി ഔട്ട്സ്പോക്കൺ. പക്ഷേ മൈക്ക് ഹാഡ് വൺ ബാഡ് ഹാബിറ്റ്. പക്ഷേ മൈക്കിന് ഒരു മോശപ്പെട്ട സ്വഭാവമുണ്ടായിരുന്നു. ഹി വാസ് വെരി ഔട്ട്സ്പോക്കൺ. ഔട്ട്സ്പോക്കൺ എന്നാൽ അർത്ഥം വെട്ടിത്തുറന്ന് പറയുന്ന എന്നാണ് അർത്ഥം. അവന് വളരെ നന്നായി വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവം, അത്തരത്തിലുള്ള ഒരു മോശപ്പെട്ട സ്വഭാവം പക്ഷേ അവന് ഉണ്ടായിരുന്നു. He would say things without thinking and sometimes criticize people. He would say അവൻ പറയാറുണ്ടായിരുന്നു things കാര്യങ്ങൾ without thinking ചിന്തിക്കാതെ, and sometimes ചില സമയങ്ങളിൽ criticize people ആളുകളെ വിമർശിക്കാറുമുണ്ടായിരുന്നു. അവൻ പലപ്പോഴും കാര്യങ്ങൾ ചിന്തിക്കാതെ പറയുമായിരുന്നു. പലപ്പോഴും അവൻ ചില സമയങ്ങളിൽ ആളുകളെ വിമർശിക്കാറുമുണ്ടായിരുന്നു. ഹിസ് മദർ ഓഫൺ ടോൾഡ് ഹിം. ഹിസ് മദർ അവൻ്റെ അമ്മ, ഓഫൺ പലപ്പോഴും, ടോൾഡ് ഹിം അവനോട് പറഞ്ഞു. മൈക്ക് ബീയിങ് ഔട്ട്സ്പോക്കൺ ഈസ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്. ബീയിങ് ഔട്ട്സ്പോക്കൺ ആയിരിക്കുക, അതായത് തുറന്നു പറയുന്ന ശീലമുള്ള വ്യക്തിയായിരിക്കുക എന്നുള്ളത് ഈസ് നോട്ട് എ ഗുഡ് ഹാബിറ്റ് അതൊരു നല്ല ശീലമല്ല എന്ന് അവൻ്റെ അമ്മ പലപ്പോഴും അവനോട് പറയാറുണ്ടായിരുന്നു. യു ഷുഡ് ട്രൈ ടു തിങ്ക് ബിഫോർ യു സ്പീക്ക്. യു ഷുഡ് ട്രൈ ടു തിങ്ക് നീ ചിന്തിക്കാൻ ശ്രമിക്കണം. യു ഷുഡ് ട്രൈ എന്നാൽ നീ ശ്രമിക്കണം. ടു തിങ്ക് ചിന്തിക്കാൻ. ബിഫോർ യു സ്പീക്ക്
നീ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നീ ചിന്തിക്കാൻ ശ്രമിക്കണം. ബട്ട് മൈക്ക് ഡിഡിൻറ്റ് ലിസൺ ആൻഡ് ജസ്റ്റ് ഇഗ്നോർഡ് ദെയർ അഡ്വൈസ്. പക്ഷേ മൈക്ക് ഡിഡിൻറ്റ് ലിസൺ, മൈക്ക് അനുസരിച്ചില്ല. ആൻഡ് ജസ്റ്റ് ഇഗ്നോർഡ് ദെയർ അഡ്വൈസ്. അഡ്വൈസ് എന്നാൽ ഉപദേശം. ഇഗ്നോർ എന്നാൽ അവഗണിക്കുക, തിരസ്കരിക്കുക. ദെയർ അഡ്വൈസ് അവരുടെ ഉപദേശം. അവരുടെ ഉപദേശത്തെ പക്ഷേ മൈക്ക് ഒന്ന് തള്ളിക്കളഞ്ഞു, അത് ശ്രദ്ധിച്ചിരുന്നില്ല. വൺ ഡേ, ഒരു ദിവസം, മൈക്ക് വാസ് പ്ലേയിങ് ഔട്ട്സൈഡ് വെൻ ഹി സോ എ നെയ്ബർ ബോയ് സ്ട്രഗ്ലിംഗ് ടു റൈഡ് ഹിസ് ബൈക്ക്. മൈക്ക് വാസ് പ്ലേയിങ്, മൈക്ക് കളിക്കുകയായിരുന്നു. ഔട്ട്സൈഡ്, പുറത്ത് മൈക്ക് ഒരു ദിവസം കളിക്കുകയായിരുന്നു. വെൻ, ആ സമയത്ത്, ഹി സോ അവൻ കണ്ടു, എ നെയ്ബർ ബോയ് ഒരു അയൽവാസിയായിട്ടുള്ള ഒരു ആൺകുട്ടി, സ്ട്രഗ്ലിംഗ് ടു റൈഡ് ഹിസ് ബൈക്ക്. സ്ട്രഗിൾ എന്നാൽ കഷ്ടപ്പെടുക എന്നാണ് അർത്ഥം, ബുദ്ധിമുട്ടുക. ടു റൈഡ് ഹിസ് ബൈക്ക് അവൻ്റെ ബൈക്ക്, അവൻ്റെ സൈക്കിൾ ഓടിക്കാൻ അവൻ അയൽവാസിയായിട്ടുള്ള ആൺകുട്ടി കഷ്ടപ്പെടുന്നതായിട്ട് അവൻ ആ സമയത്ത് മൈക്ക് പുറത്ത് കളിക്കുകയായിരുന്നു. ആ സമയത്ത് മൈക്ക് കണ്ടു. ദ ബോയ് കെപ്റ്റ് വോബ്ലിംഗ് ആൻഡ് നിയർലി ഫെൽ. അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ വാബിൾ എന്നാണ്, ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ വോബിൾ എന്നാണ്. ദ ബോയ് ആ ആൺകുട്ടി, കെപ്റ്റ് വോബ്ലിംഗ്, വോബിൾ എന്നാൽ ചാഞ്ചാടുക, ഉലഞ്ഞുകൊണ്ട് നടക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ആ ആൺകുട്ടി ചാഞ്ചാടിക്കൊണ്ട്, ഉലഞ്ഞുകൊണ്ട് അവൻ്റെ ബൈക്ക് ഓടിച്ചു. ആൻഡ് നിയർലി ഫെൽ, അങ്ങനെ ജസ്റ്റ് ഫെൽ എന്നാൽ വീഴുക, നിയർലി എന്നാൽ ഏറെക്കുറെ, ഫെൽ എന്നാൽ വീഴുക. ആ ആൺകുട്ടി അവൻ്റെ ബൈക്ക് ഉലച്ചുകൊണ്ട് ഓടിച്ചു. ആ ബൈക്ക് ഏകദേശം വീഴാനായിട്ട് പോയി. മൈക്ക് വിത്തൗട്ട് തിങ്കിങ്, മൈക്ക് ചിന്തിക്കാതെ, സെഡ് ലൗഡ്ലി ഉച്ചത്തിൽ പറഞ്ഞു, യു ആർ സോ ബാഡ് അറ്റ് റൈഡിങ് എ ബൈക്ക്. ബൈക്ക് ഓടിക്കുന്ന കാര്യത്തിൽ നീ വളരെ മോശമാണ്, നിനക്ക് സാധിക്കുകയില്ല. ഡു യു ഈവൻ നോ ഹൗ ടു റൈഡ്. റൈഡ് എന്നാൽ സവാരി ചെയ്യുക, നിനക്ക് സവാരി ചെയ്യാൻ പോലും എങ്ങനെയാണ് ബൈക്ക് ഓടിക്കുക എന്ന് പോലും അറിയുകയില്ല, മൈക്ക് ചിന്തിക്കാതെ ഉച്ചത്തിൽ പറഞ്ഞു. ദ നെയ്ബർ ബോയ് ലുക്ക്ഡ് സാഡ് ആൻഡ് വാക്ക്ഡ് അവേ. ദ നെയ്ബർ ബോയ് അയൽവാസിയായിട്ടുള്ള ആൺകുട്ടി, ലുക്ക്ഡ് സാഡ് അവനെ വളരെ ദുഃഖിതനായി കാണപ്പെട്ടു, അവൻ വളരെ ദുഃഖിതനായി. ആൻഡ് വാക്ക്ഡ് അവേ അവൻ അവിടെ നിന്നും നടന്നുപോയി. മൈക്സ് മദർ മൈക്കിൻ്റെ അമ്മ, ഹൂ ഹാഡ് ബീൻ വാച്ചിങ് ഫ്രം ദ വിൻഡോ. ഹൂ എന്നാൽ ഇവിടെ അമ്മ എന്നുള്ള അർത്ഥമാണ്. മൈക്കിൻ്റെ അമ്മയെ പറ്റി പറയാനാണ് ഹൂ ഉപയോഗിച്ചിട്ടുള്ളത്. ഹാഡ് ബീൻ വാച്ചിങ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രം ദ വിൻഡോ ജനലിനുള്ളിലൂടെ, ജനലിൻ്റെ അവിടെ നിന്നും ഇതൊക്കെ നിരീക്ഷിക്കുകയായിരുന്ന മൈക്കിൻ്റെ അമ്മ. ഷീ കെയിം ഔട്ട്സൈഡ് ആൻഡ് സെഡ്. ഷീ കെയിം ഔട്ട്സൈഡ് അവൾ പുറത്തേക്ക് വന്നു, മൈക്കിൻ്റെ അമ്മ പുറത്തേക്ക് വന്നു. ആൻഡ് സെഡ് എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മൈക്ക് യു ഷുഡ് നോട്ട് ക്രിട്ടിസൈസ് അതേഴ്സ് ലൈക്ക് ദാറ്റ്. ഷുഡ് നോട്ട് എന്നുള്ളത് ഷുഡിൻ്റ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ രണ്ടു രൂപത്തിലും എഴുതാവുന്നതാണ്. യു ഷുഡിൻ്റ് ക്രിട്ടിസൈസ് നീ വിമർശിക്കരുത്, കുറ്റപ്പെടുത്തരുത്. അതേഴ്സ് മറ്റുള്ളവരെ. ലൈക്ക് ദാറ്റ് എന്നാൽ അതുപോലെ. ജനലിൻ്റെ അവിടെ നിന്നും ഇതൊക്കെ നിരീക്ഷിക്കുകയായിരുന്ന മൈക്കിൻ്റെ അമ്മ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മൈക്കിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ അതുപോലെ മറ്റുള്ളവരെ വിമർശിക്കരുത്, കുറ്റപ്പെടുത്തരുത്. ബട്ട് ഹി റിയലി കാൺഡ് റൈഡ്. പക്ഷേ ഹി റിയലി കാൺഡ് റൈഡ് അവന് ശരിക്കും ബൈക്ക് ഓടിക്കാൻ സാധിക്കുകയില്ല. മൈക്ക് റിപ്ലൈഡ് മൈക്ക് മറുപടി പറഞ്ഞു. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഇത് സത്യമാണെങ്കിൽ പോലും. ഈവൻ എന്നാൽ പോലും എന്നാണ് അർത്ഥം. ഇഫ് ഇറ്റ്സ് ട്രൂ ഇത് സത്യമാണെങ്കിൽ പോലും. ദർ ഈസ് നോ നീഡ് ടു ക്രിട്ടിസൈസ് വിമർശിക്കേണ്ടതില്ല. അത് സത്യമാണെങ്കിൽ പോലും അതിന് വിമർശിക്കേണ്ടതില്ല. വേർഡ്സ് ക്യാൻ ഹേർട്ട് എന്നാൽ മുറിപ്പെടുത്തുക, വാക്കുകൾക്ക് മുറിപ്പെടുത്താൻ സാധിക്കും. ഹിസ് മദർ ജെൻ്റ്ലി എക്സ്പ്ലെയിൻഡ്. ഹിസ് മദർ അവൻ്റെ അമ്മ. ജെൻ്റ്ലി എക്സ്പ്ലെയിൻ. ജെൻ്റ്ലി എന്നാൽ അർത്ഥം സൗമ്യമായി എന്നാണ് അർത്ഥം. എക്സ്പ്ലെയിൻഡ് എന്നാൽ വിവരിച്ചു. അവൻ്റെ അമ്മ മാന്യമായി സൗമ്യമായിട്ട് വിവരിച്ചു. വാക്കുകൾക്ക് മുറിപ്പെടുത്താൻ സാധിക്കും. സത്യമാണെങ്കിൽ പോലും, അതൊക്കെ സത്യമാണെങ്കിൽ പോലും വിമർശിക്കേണ്ടതില്ല.
മൈക്ക് നോഡഡ്. നോഡ് എന്നാൽ തലയാട്ടുക എന്നാണ് അർത്ഥം. മൈക്ക് നോഡഡ്, മൈക്ക് തലയാട്ടി, അതല്ലെങ്കിൽ മൈക്ക് സമ്മതിച്ചു, ഇതൊക്കെയാണ് അർത്ഥം. ഓക്കെ മോം, ഐ വിൽ ട്രൈ നോട്ട് ടു ഡു ഇറ്റ് അഗെയിൻ. ഐ വിൽ ട്രൈ, ഞാൻ ശ്രമിക്കും, നോട്ട് ടു ഡു ഇറ്റ് അഗെയിൻ, ഇത് വീണ്ടും ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ഐ വിൽ ട്രൈ നോട്ട് ടു ഡു ഇറ്റ് അഗെയിൻ, ഇത് വീണ്ടും ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. ഐ വിൽ ട്രൈ എന്നാൽ ഞാൻ ശ്രമിക്കും. വൺ ആഫ്റ്റർനൂൺ, ഒരു ദിവസം ഉച്ചതിരിഞ്ഞ്. മൈക്ക് ആൻഡ് ലൂയിസ് വേർ അറ്റ് മൈക്സ് ഹൗസ് ആഫ്റ്റർ സ്കൂൾ. മൈക്ക് ആൻഡ് ലൂയിസ്, മൈക്കും ലൂയിസും വേർ ആയിരുന്നു, അറ്റ് മൈക്സ് ഹൗസ്, മൈക്കിൻ്റെ വീട്ടിൽ ലൂയിസും മൈക്കും ആയിരുന്നു, ആഫ്റ്റർ സ്കൂൾ, സ്കൂൾ വിട്ടതിന് ശേഷം. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് മൈക്കും ലൂയിസും മൈക്കിൻ്റെ വീട്ടിലായിരുന്നു, സ്കൂൾ വിട്ടതിന് ശേഷം. മൈക്ക് സെഡ്, മൈക്ക് പറഞ്ഞു, ഹേയ് ലൂയിസ്, ഹൗ അബൌട്ട് വി വിസിറ്റ് മൈ അങ്കിൾ ഇൻ ദ സിറ്റി ദിസ് വീക്കെൻഡ്. ഹൗ അബൌട്ട് വി വിസിറ്റ് മൈ അങ്കിൾ, എൻ്റെ അങ്കിളിനെ, അമ്മാവനെ സന്ദർശിച്ചാലോ, ഇൻ ദ സിറ്റി ദിസ് വീക്കെൻഡ്, ഈ പട്ടണത്തിൽ. ദിസ് വീക്കെൻഡ് എന്നാൽ ഈ വാരാന്ത്യത്തിൽ നമുക്ക് എൻ്റെ അമ്മാവനെ സന്ദർശിച്ചാലോ. ഇറ്റ് വിൽ ബി ഫൺ, അത് രസകരമായിരിക്കും. ഇറ്റ് വിൽ ബി എന്നാൽ അതായിരിക്കും എന്നാണ് അർത്ഥം. ഫൺ എന്നാൽ രസകരമായ, അത് രസകരമായിരിക്കും. ലൂയിസ് സ്മൈൽഡ്, ലൂയിസ് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, അത് രസകരമായിരിക്കും. ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ, അത് ഒരു നല്ല ആശയമാണ്. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ആഫ്റ്റർ ഗെറ്റിംഗ് പെർമിഷൻ, അനുമതി ലഭിച്ചതിന് ശേഷം. ദേ ബുക്ക്ഡ് ദെയർ ട്രെയിൻ ടിക്കറ്റ്സ്, അവർ അവരുടെ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു. ഓൺ ദ ഡേ ഓഫ് ദ ട്രിപ്പ്, യാത്ര ചെയ്യുന്ന ദിവസം. ദേ ബോർഡ് ദ ട്രെയിൻ. ബോർഡ് എന്നാൽ അർത്ഥം വിമാനം, കപ്പൽ, തീവണ്ടി എന്നിങ്ങനെയുള്ള വാഹനങ്ങളിൽ കയറുക, ഇതിന് ബോർഡ് എന്നാണ് പറയുക. ദേ ബോർഡ് ദ ട്രെയിൻ, അവർ തീവണ്ടിയിൽ കയറി. ഫൗണ്ട് ദെയർ സീറ്റ്സ്, അവരുടെ സീറ്റുകൾ അവർ കണ്ടെത്തി. ആൻഡ് സെറ്റിൽഡ്, അവർ ആ സീറ്റുകൾ കണ്ടെത്തി അതിൽ ഇരുന്നു. എ മാൻ ആൻഡ് ഹിസ് 15-year-old സൺ ബോർഡഡ് ദ ട്രെയിൻ ഓൾസോ. എ മാൻ, ഒരു പുരുഷൻ, ആൻഡ് ഹിസ് 15-year-old സൺ, അദ്ദേഹത്തിൻ്റെ 15 വയസ്സ് പ്രായമുള്ള ഒരു മകനും ആ ട്രെയിനിൽ കയറി. ഓൾസോ എന്നാൽ ഇവരും എന്നുള്ള അർത്ഥമാണ്. ഈ പുരുഷനെയും ഈ 15 വയസ്സ് പ്രായമുള്ള ഈ കുട്ടിയെയും പറ്റി പറയാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവരും ആ ട്രെയിനിൽ കയറി. ദേ സെറ്റിൽ ഡൗൺ ഓൺ ദ റിസർവ്ഡ് ബെർത്ത്. റിസർവ്ഡ് എന്നാൽ സംവരണം ചെയ്യപ്പെട്ട, അവർക്ക് മാറ്റിവയ്ക്കപ്പെട്ട ബെർത്തിൽ അവർ ഇരുന്നു, അച്ഛനും മകനും ഇരുന്നു. ദ സൺ ടുക്ക് ദ സീറ്റ് ഓൺ ദ വിൻഡോ സൈഡ് ആൻഡ് ദ ഓൾഡ് മാൻ സാറ്റ് ബിസൈഡ് ഹിം. ദ സൺ, ആ മകൻ, ടുക്ക് ദ സീറ്റ്, ഇരുന്നു, സീറ്റ് പിടിച്ചു. ഓൺ ദ വിൻഡോ സൈഡ്, ആ ജനലിൻ്റെ സൈഡിലുള്ള സീറ്റ് ആ മകൻ പിടിച്ചു. ആൻഡ് ദ ഓൾഡ് മാൻ സാറ്റ് ബിസൈഡ് ഹിം. ആൻഡ് ദ ഓൾഡ് മാൻ, ആ പ്രായമായ പുരുഷൻ, സാറ്റ്, ഇരുന്നു. സിറ്റ് എന്നാൽ ഇരിക്കുക, അതിൻ്റെ പാസ്റ്റാണ് സാറ്റ്, ഇരുന്നു. ബിസൈഡ് ഹിം, ബിസൈഡ് എന്നാൽ അരികെ, ഹിം അവന്, ആ മകന് അരികെയായിട്ട് ആ പ്രായമായ പുരുഷനും ഇരുന്നു. ആസ് ദ ട്രെയിൻ മൂവ്ഡ് ഔട്ട് ഓഫ് ദ സ്റ്റേഷൻ ആൻഡ് ഗെയിൻഡ് സ്പീഡ്. ആസ് എന്നാൽ ആ സമയത്ത് എന്നുള്ള അർത്ഥം. ആസ് ദ ട്രെയിൻ മൂവ്ഡ് ഔട്ട് ഓഫ് ദ സ്റ്റേഷൻ, സ്റ്റേഷനിൽ നിന്നും ട്രെയിന് നീങ്ങിയപ്പോൾ. ആൻഡ് ഗെയിൻഡ് സ്പീഡ്, ആ വേഗത കൈവരിച്ച് ആ സ്റ്റേഷനിൽ നിന്നും ആ ട്രെയിന് നീങ്ങിയപ്പോൾ. ദ സൺ വാസ് ഫിൽഡ് വിത്ത് എ ലോട്ട് ഓഫ് ജോയ് ആൻഡ് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി എന്നാൽ കൗതുകം. അവൻ്റെ മകന് എന്താണ്, കൗതുകം നിറഞ്ഞു, സന്തോഷം നിറഞ്ഞു, അവന് കൗതുകം കൊണ്ടു. ഹി പുട്ട് ഔട്ട് വൺ ഹാൻഡ് ത്രൂ ദ ഓപ്പൺ വിൻഡോ ആൻഡ് ഫെൽറ്റ് ദ പാസിംഗ് എയർ. ഹി പുട്ട്, അവൻ ഇട്ടു. ഹി പുട്ട് ഔട്ട്, അവൻ പുറത്തേക്കിട്ടു. വൺ ഹാൻഡ്, അവൻ്റെ ഒരു കൈ അവൻ പുറത്തേക്കിട്ടു. ത്രൂ ദ വിൻഡോ, ജനലിനുള്ളിലൂടെ അവൻ അവൻ്റെ ഒരു കൈ പുറത്തേക്കിട്ടു. ആൻഡ് ഫെൽറ്റ്, എന്നിട്ട് സ്പർശിച്ചു. ദ പാസിംഗ് എയർ, ആ കടന്നു പോകുന്ന വായു, ആ കാറ്റ് അവൻ പുറത്തേക്ക് ഒരു കൈ ഇട്ട് സ്പർശിച്ചു. മറ്റൊരർത്ഥം അനുഭവിക്കുക എന്നുള്ള അർത്ഥമാണ്. ഫീൽ എന്നതിൻ്റെ പാസ്റ്റാണ് ഫെൽറ്റ്. ദ ഗ്രീനറി ഔട്ട്സൈഡ് ഹെൽഡ് ഹിസ് ഐസ്.
ദ ഗ്രീനറി, ഗ്രീനറി എന്നാൽ പച്ചപ്പ്, ഔട്ട്സൈഡ് പുറത്തുള്ള ആ പച്ചപ്പ്. ഹെൽഡ് ഹിസ് ഐസ്, അവൻ്റെ കണ്ണുകൾ പിടിച്ചടക്കി. greenery, ഹി വാച്ച്ഡ് ഫോർ എ വൈൽ ആൻഡ് ദെൻ ഷൗട്ടഡ്. ഹി വാച്ച്ഡ് അവൻ നിരീക്ഷിച്ചു, ഫോർ എ വൈൽ അല്പസമയം അവൻ നിരീക്ഷിച്ചു, ആൻഡ് ദെൻ ഷൗട്ടഡ് അതിനുശേഷം അവൻ ആക്രോശിച്ചു. പപ്പ സി നോക്കൂ, ഓൾ ദ ട്രീസ് ആർ ഗോയിങ് ബിഹൈൻഡ്, എല്ലാ മരങ്ങളും പിറകോട്ട് പോകുന്നു. ദർ ഈസ് സോ മച്ച് മോർ ടു സീ, ഇനിയും ഒരുപാട് കാണാനുണ്ട്. സെഡ് ദ മാൻ, ആ പുരുഷൻ പറഞ്ഞു. സ്മൈലിംഗ് ആസ് ഹി ലവിംഗ്ലി പാറ്റഡ് ഹിസ് സൺസ് ഷോൾഡർ. സ്മൈലിംഗ് പുഞ്ചിരിച്ചുകൊണ്ട്, ആസ് ഹി ലവിംഗ്ലി പാറ്റഡ് ഹിസ് സൺസ് ഷോൾഡർ. പാറ്റ് എന്നാൽ തടവുക എന്നാണ് അർത്ഥം. ഹിസ് സൺസ് ഷോൾഡർ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ തോളത്ത് പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ തടവിക്കൊണ്ട് പറഞ്ഞു, ഇനിയും ഒരുപാട് കാണാനുണ്ട്. ദ സൺ ലുക്ക്ഡ് അറ്റ് ഹിസ് ഫാദർ ആൻഡ് ഗേവ് ഹിം എ ബിഗ് സ്മൈൽ. ദ സൺ മകൻ ലുക്ക്ഡ് അറ്റ് ഹിസ് ഫാദർ, അവൻ്റെ അച്ഛനെ നോക്കി. ആൻഡ് ഗേവ് ഹിം എ ബിഗ് സ്മൈൽ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. ആ മകൻ അവൻ്റെ അച്ഛനെ നോക്കി, എന്നിട്ട് ഒരു പുഞ്ചിരി നൽകി. ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഫാദർ ആൻഡ് സൺ കോട്ട് ദെയർ അറ്റൻഷൻ. ദ കോൺവെർസേഷൻ, ആ സംഭാഷണം, ബിറ്റ്വീൻ എന്നാൽ ഇടയിലുള്ള, ദ ഫാദർ ആൻഡ് സൺ, ആ അച്ഛൻ്റെയും മകൻ്റെയും ഇടയിലുള്ള സംഭാഷണം. കോട്ട് ദെയർ അറ്റൻഷൻ, അത് അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ആ അച്ഛൻ്റെയും മകൻ്റെയും ശ്രദ്ധ അവർ മൈക്കും ലൂയിസും പിടിച്ചുപറ്റി. They felt a little awkward at the attitude of a young man behaving like a small child. They felt, അവർക്ക് തോന്നി, അവർക്ക് അനുഭവപ്പെട്ടു, a little awkward. awkward എന്നാൽ ആപൽക്കരമായ, ശല്യമുണ്ടാക്കുന്ന, കുഴപ്പം പിടിച്ച, ഇതൊക്കെയാണ് അർത്ഥം, അരോചകമായ. They felt, അവർക്ക് തോന്നി, a little awkward, അത് അല്പം വിഷമകരമായ, അരോചകമായിട്ട് അവർക്ക് തോന്നി. അറ്റ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് എ യങ് മാൻ ബിഹേവിങ് ലൈക്ക് എ സ്മോൾ ചൈൽഡ്, ഒരു യുവാവായിട്ടുള്ള പുരുഷൻ ഒരു ചെറിയ കുട്ടിയെപ്പോലെ പെരുമാറുന്നത് കണ്ടപ്പോൾ അത് അവർക്കൊരു അരോചകമായിട്ട് തോന്നി. ദ സൺ മകൻ ഹൂ ഹാഡ് നോട്ട് സ്റ്റോപ്ഡ് ഒബ്സർവിങ് ദ പാസിംഗ് ട്രീസ്, ഹിൽസ് ആൻഡ് വില്ലേജസ്. ദ സൺ മകൻ ഹൂ അവൻ, ഹാഡ് നോട്ട് സ്റ്റോപ്ഡ് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല, ഒബ്സേർവിങ് ദ പാസിംഗ് ട്രീസ് ആ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളെ നിരീക്ഷിക്കൽ, ഹിൽസ് കുന്നുകൾ, ആൻഡ് വില്ലേജ് ഗ്രാമങ്ങളും, ഇതൊക്കെ നിരീക്ഷിക്കുന്നത് മകൻ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഹി സഡൻലി അവൻ പെട്ടെന്ന്, ഷൗട്ടഡ് ആക്രോശിച്ചു. പപ്പ ഡു യു സീ ദ പോണ്ട് ആൻഡ് ദ എനിമൽസ്. ഡു യു സീ നിങ്ങൾ കാണുന്നുണ്ടോ, ദ പോണ്ട് ആൻഡ് ദ എനിമൽസ് ആ തടാകവും ആ മൃഗങ്ങളെയും നിങ്ങൾ കാണുന്നുണ്ടോ. യെസ് മൈ സൺ അതെ എൻ്റെ മോനെ. ദ ഫാദർ റിപ്ലൈഡ് ഹാപ്പിലി. ദ ഫാദർ അച്ഛൻ, റിപ്ലൈഡ് മറുപടി പറഞ്ഞു, ഹാപ്പിലി സന്തോഷത്തോടെ അച്ഛൻ മറുപടി പറഞ്ഞു, അതേ മോനെ ഞാൻ കാണുന്നുണ്ട്. മൈക്ക് വിസ്പേർഡ് ടു ലൂയിസ്. വിസ്പർ എന്നാൽ മന്ത്രിക്കുക എന്നാണ് അർത്ഥം. മൈക്ക് മന്ത്രിച്ചു ടു ലൂയിസിനോട്, ലൂയിസിൻ്റെ ചെവിയിൽ മൈക്ക് മന്ത്രിച്ചു. ഐ തിങ്ക് ദാറ്റ് ബോയ് ഹാസ് എ പ്രോബ്ലം. എനിക്ക് തോന്നുന്നത് ദാറ്റ് ബോയ് ഹാസ് എ പ്രോബ്ലം, ആ ആൺകുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മൈക്ക് ലൂയിസിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. ഹി മൈറ്റ് നീഡ് ട്രീറ്റ്മെൻറ്റ്. അവന് ചികിത്സ വേണ്ടി വന്നേക്കും. ഐ ഷുഡ് ടെൽ ഹിസ് ഫാദർ. ഞാൻ പറയണം. എന്നാൽ ഞാൻ പറയണം. ഹിസ് ഫാദർ അവൻ്റെ അച്ഛനോട് ഞാൻ പറയണം, അവന് ചികിത്സ വേണ്ടി വന്നേക്കും. ബട്ട് ലൂയിസ് ക്വിക്ക്ലി വിസ്പേർഡ് ബാക്ക്, ഡോണ്ട് മൈക്ക്. പക്ഷേ ലൂയിസ് പെട്ടെന്ന് വിസ്പേർഡ് ബാക്ക് തിരിച്ച് ചെവിയിൽ പറഞ്ഞു, മൈക്കിൻ്റെ ചെവിയിൽ പറഞ്ഞു, ഡോണ്ട് മൈക്ക് ചെയ്യരുത്, അത് അവൻ്റെ അച്ഛനോട് പറയരുത്. ഹിസ് ഫാദർ സീംസ് ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് സൺസ് കണ്ടീഷൻ.
ഹിസ് ഫാദർ സീംസ് അവൻ്റെ അച്ഛനെ കണ്ടിട്ട് തോന്നുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് സൺസ് കണ്ടീഷൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് അവൻ്റെ അച്ഛന് അറിയാമെന്നാണ് അദ്ദേഹത്തെ കണ്ടിട്ട് തോന്നുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. യു വോണ്ട് സേ എ വേർഡ്. യു വോണ്ട് സേ നീ പറയരുത് എ വേർഡ് ഒരു വാക്കുപോലും നീ പറയരുത്. അവൻ്റെ അച്ഛനെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അവൻ്റെ അവസ്ഥ എന്താണെന്ന് അച്ഛന് അറിയാം. അത്തരത്തിലാണ് കണ്ടിട്ട് തോന്നുന്നത്. അതുകൊണ്ട് നീ ഒരു വാക്കുപോലും പറയരുത്. മൈക്ക് നോഡഡ് മൈക്ക് തലയാട്ടി. പപ്പ ലുക്ക് ഔട്ട്സൈഡ് പുറത്തേക്ക് നോക്കൂ. ദ ക്ലൗഡ്സ് ആർ മൂവിങ് വിത്ത് അവർ ട്രെയിൻ. ദ സൺ ഷൗട്ടഡ് അഗെയിൻ. മൈക്ക് നോഡഡ് മൈക്ക് സമ്മതിച്ചു തലയാട്ടി. ലൂയിസ് പറഞ്ഞപ്പോൾ ഒരു വാക്കുപോലും പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അത് മൈക്ക് സമ്മതിച്ചു. പപ്പ വിളിക്കുകയാണ്. ആ മകൻ അച്ഛനെ വിളിക്കുകയാണ്. ലുക്ക് ഔട്ട്സൈഡ് പുറത്തേക്ക് നോക്കൂ. ദ ക്ലൗഡ്സ് എന്നാൽ മേഘങ്ങൾ എന്നാണ് അർത്ഥം. ദ ക്ലൗഡ്സ് ആർ മൂവിങ് മേഘങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു വിത്ത് അവർ ട്രെയിൻ നമ്മുടെ ട്രെയിനുമായിട്ട് തീവണ്ടിയുമായിട്ട് മേഘങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ദ സൺ ഷൗട്ടഡ് അഗെയിൻ ആ മകൻ വീണ്ടും ആക്രോശിച്ചു. ഷൗട്ട് എന്നതിൻ്റെ മറ്റൊരർത്ഥം ഉച്ചത്തിൽ പറയുക എന്നുള്ള അർത്ഥമാണ്. ഉച്ചത്തിൽ ആ മകൻ വീണ്ടും ഉച്ചത്തിൽ പറഞ്ഞു. നോക്കൂ പുറത്തേക്ക് നോക്കൂ അച്ഛ നമ്മുടെ ട്രെയിന് തീവണ്ടി ആ കാർമേഘങ്ങളുമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദ മാൻ സ്ലോലി ബെൻഡ് ഫോർവേഡ് ടു ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ. ദ മാൻ ആ പുരുഷൻ സ്ലോലി ബെൻഡ് ഫോർവേഡ് അദ്ദേഹം മുമ്പോട്ടേക്ക് ചാഞ്ഞു. ടു ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ ആ ജനലിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ട്. അല്പം അദ്ദേഹം സാവധാനത്തോടെ മുമ്പോട്ടേക്ക് ചാഞ്ഞു ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കാൻ വേണ്ടി. ഇൻസ്റ്റൻ്റ്ലി അപ്പോൾ തന്നെ ഉടൻ തന്നെ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് മഴ പെയ്യാൻ ആരംഭിച്ചു. ദ സൺ ഹാഡ് നോട്ട് വിത്ത്ഡ്രോൺ ഹിസ് ഹാൻഡ്. വിത്ത്ഡ്രോ എന്നതിൻ്റെ മൂന്നാമത്തെ രൂപമാണ് വിത്ത്ഡ്രോൺ. ദ സൺ മകൻ ഹാഡ് നോട്ട് വിത്ത്ഡ്രോ എന്നാൽ പിൻവലിക്കുക, എടുത്തു കളയുക, തിരിച്ചെടുക്കുക, ഇതൊക്കെയാണ് അർത്ഥം. മറ്റൊരർത്ഥം പുറകോട്ട് വലിക്കുക. ദ സൺ ഹാഡ് നോട്ട് വിത്ത്ഡ്രോൺ ഹിസ് ഹാൻഡ് ആ മകൻ അവൻ്റെ കൈ പുറകോട്ട് വലിച്ചിട്ടുണ്ടായിരുന്നില്ല. സം റെയിൻ ഡ്രോപ്സ് ഫെൽ ഓൺ ഹിസ് ഹാൻഡ്. സം റെയിൻ ഡ്രോപ്പ് എന്നാൽ മഴത്തുള്ളി എന്നാണ് അർത്ഥം. സം റെയിൻ ഡ്രോപ്സ് കുറച്ച് മഴത്തുള്ളികൾ ഫെൽ ഓൺ ഹിസ് ഹാൻഡ് അവൻ്റെ കയ്യിൽ വീണു. ആൻഡ് ഹി വാസ് ഫിൽഡ് വിത്ത് എക്സൈറ്റ്മെൻറ്റ് എന്നാൽ ആവേശം. അവന് ആവേശം നിറഞ്ഞു. കുറച്ച് മഴത്തുള്ളികൾ അവൻ്റെ കയ്യിൽ വീണു. ആ സമയത്ത് അവന് ആവേശം നിറഞ്ഞു. ഹി ഓൾമോസ്റ്റ് ജംപ്ഡ് ആൻഡ് ഷൗട്ടഡ് അവൻ ചാടിയിട്ട് ആക്രോശിച്ചു. ഉച്ചത്തിൽ പറഞ്ഞു പപ്പ ഇറ്റ്സ് റൈനിങ് മഴ പെയ്യുന്നു. സി നോക്കൂ മൈ ഹാൻഡ് ഈസ് വെറ്റ് എൻ്റെ കൈ നനഞ്ഞിട്ടുണ്ട്. വെറ്റ് എന്നാൽ നനയുക. മൈ ഹാൻഡ് ഈസ് വെറ്റ് എൻ്റെ കൈ നനഞ്ഞിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ദ മാൻ ഹെൽഡ് ഹിസ് സൺസ് ഹാൻഡ് ആൻഡ് സ്ലോലി പുൾഡ് ഇറ്റ് ഇൻസൈഡ്. ദ മാൻ ആ പുരുഷൻ ഹെൽഡ് പിടിച്ചു ഹിസ് സൺസ് ഹാൻഡ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൈ പിടിച്ചു. ആൻഡ് സ്ലോലി എന്നിട്ട് സാവധാനത്തിൽ പുൾഡ് ഇറ്റ് ഇൻസൈഡ് അത് അകത്തേക്കിട്ടു. അവൻ്റെ കൈ ആ മകൻ്റെ കൈ പിടിച്ചത് കൈ അകത്തേക്കിട്ടു. സ്ലോലി എന്നാൽ സാവധാനത്തിൽ. സ്ലോലി പുൾഡ് ഇറ്റ് ഇൻസൈഡ് സാവധാനത്തിൽ ആ കൈ ഉള്ളിലേക്ക് വലിച്ചു. മൈ സൺ എൻ്റെ മോനെ യുവർ ഹാൻഡ് ഈസ് റിയലി കോൾഡ് നിൻ്റെ കൈ ശരിക്കും തണുത്തിട്ടുണ്ട്. ഡു നോട്ട് കീപ്പ് ഇറ്റ് ഔട്ട് ഓഫ് ദ വിൻഡോ എനി മോർ. ഡു നോട്ട് കീപ്പ് ഇറ്റ് ഔട്ട് ഓഫ് ദ വിൻഡോ ജനലിന് പുറത്തേക്കിടരുത്. എനി മോർ ഒട്ടും തന്നെ ഇനി നിൻ്റെ കൈ പുറത്തേക്ക് ഇടരുത് എൻ്റെ മോനെ നിൻ്റെ കൈ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ദ സൺ നോഡഡ് ആ മകൻ തലയാട്ടി. ദെൻ പിന്നീട് ദ മേൻ ആ പുരുഷൻ ഗോട്ടപ്പ് ഗെറ്റപ്പ് എന്നാൽ എഴുന്നേൽക്കുക അതിൻ്റെ പാസ്റ്റാണ് ഗോട്ടപ്പ് എഴുന്നേറ്റു. ആൻഡ് പുൾ ഡൗൺ എന്നിട്ട് താഴേക്ക് വലിച്ചു. ദ വിൻഡോ പെയിൻ എന്നാൽ ആ ജനലിൻ്റെ ഗ്ലാസ്സാണ് ആ ചില്ല് അദ്ദേഹം അടിയിലേക്ക് വലിച്ചു. ടു ക്ലോസ് ദ വിൻഡോ ആ ജനൽ അടക്കാൻ വേണ്ടിയിട്ട്. ദ സൺ കണ്ടിന്യൂഡ് ടു ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ. ദ സൺ കണ്ടിന്യൂഡ് ആ മകൻ തുടർന്നുകൊണ്ടേയിരുന്നു. ടു ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ ആ ജനലിന് പുറത്തേക്ക് നോക്കൽ ആ മകൻ തുടർന്നുകൊണ്ടേയിരുന്നു.
ഫൈനലി അവസാനം മൈക്ക് കുഡിൻറ്റ് കൺട്രോൾ ഹിംസെൽഫ് ആൻഡ് ആസ്ക്ഡ് ദ മാൻ. ഫൈനലി അവസാനം മൈക്ക് കുഡിൻറ്റ് കൺട്രോൾ മൈക്കിന് നിയന്ത്രിക്കാൻ സാധിച്ചില്ല ഹിംസെൽഫ് അവനെ സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല ആൻഡ് ആസ്ക്ഡ് ദ മാൻ എന്നിട്ട് അവൻ ആ പുരുഷനോട് ആ കുട്ടിയുടെ അച്ഛനോട് ചോദിച്ചു, വൈ ഡോണ്ട് യു വിസിറ്റ് എ ഡോക്ടർ ആൻഡ് ഗെറ്റ് യുവർ സൺ ട്രീറ്റഡ്. എന്തുകൊണ്ട് നിങ്ങൾ ഒരു ഡോക്ടറെ സന്ദർശിച്ച് മകനെ ചികിത്സിക്കുന്നില്ല? ദ മാൻ ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് സോഫ്റ്റ്ലി റിപ്ലൈഡ്. ദ മാൻ ആ പുരുഷൻ ലുക്ക്ഡ് അറ്റ് ഹിം അവനെ നോക്കി ആൻഡ് സോഫ്റ്റ്ലി റിപ്ലൈഡ് എന്നിട്ട് വിനയത്തോടെ മൃദുവായിട്ട് മറുപടി പറഞ്ഞു. വളരെ എളിമയോടെ അവനെ നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു, ഐ ഹാവ് ഓൾറെഡി ബീൻ ടു ദ ഡോക്ടർ. ഞാൻ നിലവിൽ തന്നെ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടുണ്ട്, ഡോക്ടറെ സന്ദർശിച്ചിട്ടുണ്ട്. വി ആർ കമ്മിങ് സ്ട്രൈറ്റ് ഫ്രം ദ ഹോസ്പിറ്റൽ ആൻഡ് ഗോയിങ് ഹോം. വി ആർ കമ്മിങ് സ്ട്രൈറ്റ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ഗോയിങ് ഹോം. ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിലവിൽ തന്നെ ഡോക്ടറെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്നും നേരെ വീട്ടിലേക്ക് പോകുകയാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ്. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മൈ സൺ ഹാസ് ഗോട്ട് ഹിസ് ഓൺ ഐസ് ടു സീ എവരിത്തിങ് അറൗണ്ട് ഹിം. മൈ സൺ ഹാസ് ഗോട്ട്. എൻ്റെ മകന് കിട്ടി ഹിസ് ഓൺ ഐസ് അവൻ്റെ സ്വന്തം കണ്ണുകൾ ടു സീ കാണാൻ എവരിത്തിങ് അറൗണ്ട് ഹിം അവന് ചുറ്റുമുള്ളത് എല്ലാം കാണാൻ എൻ്റെ മകന് അവൻ്റെ കണ്ണുകൾ കിട്ടി. ഇന്ന് ആദ്യമായിട്ടാണ് അവൻ്റെ ജീവിതത്തിൽ അവന് ചുറ്റുപാടുമുള്ളതെല്ലാം കാണുന്നത്. മൈക്ക് ഫെൽറ്റ് സോ എംബാരസ്ഡ് ബൈ ദ മാൻസ് റിപ്ലൈ ദാറ്റ് ഹി ഫൗണ്ട് ഇറ്റ് റിയലി ഡിഫിക്കൽട്ട് ടു സിറ്റ് ദർ ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ജേർണി. മൈക്കിന് തോന്നി സോ എംബാരസ്ഡ് മൈക്കിന് വളരെയധികം ലജ്ജ തോന്നി. ബൈ ദ മാൻസ് റിപ്ലൈ ആ പുരുഷൻ്റെ മറുപടി കേട്ട് ആ കുട്ടിയുടെ അച്ഛൻ്റെ മറുപടി കേട്ട് അവന് വളരെയധികം ലജ്ജ തോന്നി. ഹീ ഫൗണ്ട് ഇറ്റ് റിയലി ഡിഫിക്കൽട്ട് അവന് തോന്നി വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ടു സിറ്റ് ദർ അവിടെ ഇരിക്കാൻ. ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ജേണി. റെസ്റ്റ് എന്നാൽ ബാക്കിയുള്ള. റെസ്റ്റ് ഓഫ് ഹിസ് ജേണി അവൻ്റെ യാത്രയുടെ ബാക്കിയുള്ള ആ സമയം അവിടെ ഇരിക്കാൻ അവന് വളരെയധികം ലജ്ജ തോന്നി. മോറൽ ഗുണപാഠം. ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം, ഡോണ്ട് ജഡ്ജ് അതേഴ്സ് വിത്തൗട്ട് നോയിങ് ദെയർ സ്റ്റോറി. ഡോണ്ട് ജഡ്ജ് അതേഴ്സ് മറ്റുള്ളവരെ വിധി പറയരുത്, മറ്റുള്ളവരെ തീർപ്പ് കൽപ്പിക്കരുത്. വിത്തൗട്ട് നോയിങ് ദെയർ സ്റ്റോറി. വിത്തൗട്ട് നോയിങ് എന്നാൽ അറിയാതെ, ദെയർ സ്റ്റോറി അവരുടെ കഥ എന്താണോ അത് അറിയാതെ മറ്റുള്ളവരെ വിധി പറയരുത്, മറ്റുള്ളവരുടെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കരുത്.